വൈകുന്നേരം മക്കൾ സ്കൂളിൽ നിന്ന് വരാറാകുമ്പോൾ എനിക്ക് ആകെ ടെൻഷനാണ് കേട്ടോ. എന്താ കൊടുക്കുക എന്നുള്ളത്. വന്നുടനെ അവർക്ക് എന്തെങ്കിലും സ്നാക്സ് അങ്ങനെയുള്ള എന്തെങ്കിലും ഐറ്റം കഴിക്കാൻ കൊടുക്കണം കേട്ടോ, ചായയുടെ കൂട്ടത്തിൽ. അപ്പോൾ ഇന്നിപ്പോൾ ഒന്നുമില്ല, ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഉണ്ണിയപ്പാക്കി എടുത്താലോ എന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് വളരെ എളുപ്പമാണ്. അപ്പോൾ ഞാൻ കുറച്ച് അരിപ്പൊടിയും ആ ഗോതമ്പ് മാവിലോട്ടൊന്ന് ചേർത്തിട്ട് ലേശം ഉപ്പിട്ട് കൊടുത്തു. പിന്നെ അത് ഏലക്ക പൊടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തു. പിന്നെ ഈ ഒരു ശർക്കര പാനി എപ്പോഴും ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ഉണ്ടാകും കേട്ടോ. നല്ല കട്ടിക്ക് ഞാൻ ഉരുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്, അരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തണുപ്പ് മാറ്റിയിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ടാണ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. പിന്നെ ജസ്റ്റ് ഇച്ചിരി സോഡാപ്പൊടിയും കൂടെ ഒന്നിട്ട് കൊടുക്കും കേട്ടോ. ഒരു നുള്ള സോഡയും കൂടെ ഇട്ട് കൊടുക്കും, ഒത്തിരി നല്ലൊന്ന് പൊള്ളിച്ച് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആ ശർക്കരപ്പനി കൂടാതെ നമുക്ക് നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. ചൂടുവെള്ളം ഒന്നും വേണ്ട കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് എടുക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പം കിട്ടേ. പിന്നെ സോഫ്റ്റ് മാത്രമല്ല, അരിപ്പൊടി ചേർക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുക. അങ്ങനെ ഇതേ പെട്ടെന്നാക്കി എടുക്കുകയാണ്. ഇത് ഇതേ 3-4 മണിക്ക് വരുമെങ്കിൽ ഞാനൊരു 3:45 3:40 ആകുമ്പോൾ കിച്ചണിലോട്ട് വന്ന് ഇതൊന്ന് റെഡിയാക്കി എടുക്കണം. ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയോ ഒന്നും വേണ്ട കേട്ടോ. നമുക്ക് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക, ഉണ്ണിയപ്പച്ചട്ടിയിലോട്ട് കോരി ഒഴിച്ച് റെഡിയാക്കി എടുക്കുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ മോനും ഇഷ്ടമാണ് കേട്ടോ. ആ ഒരു ഗോതമ്പ് അതിൻ്റെ ടേസ്റ്റും അരിപ്പൊടിയുടെ ടേസ്റ്റ് കൂടെയൊക്കെ വരുമ്പോൾ അവനത് ഇഷ്ടമാണ്. ഗോതമ്പ് ഇഷ്ടമാണെന്നുള്ള മക്കൾക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. എൻ്റെ മക്കളൊന്നും അധികം മധുരം കഴിക്കുന്നവരല്ല, പക്ഷേ ഈ ഒരു ഉണ്ണിയപ്പം രണ്ടാളും കഴിക്കും. മോനാണ് ഇച്ചിരി ഇഷ്ടം കൂടുതൽ. അങ്ങനെ അത് റെഡിയാക്കാൻ പോകണേ. ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ തന്നെ ഒരു ഉണ്ണിയപ്പച്ചട്ടി നേരത്തെ തന്നെ വാങ്ങി വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് ചൂടാവുകയും ചെയ്യും, ഇരുമ്പിലെ ചട്ടിയൊന്നുമില്ല. അപ്പോൾ അതിലോട്ട് ഇത് പെട്ടെന്ന് കോരി ഒഴിച്ച് റെഡിയാക്കി എടുക്കാനും പറ്റും. പിന്നെ നമ്മൾ അരിയൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തിയൊക്കെ പഴമൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന അത്രയും ടൈമും വേണ്ട ഇത് കുക്കായി വരാൻ വേണ്ടിയിട്ട്. ഇത് പെട്ടെന്ന് കുക്കായി വരികയും ചെയ്യും കേട്ടോ. ഗോതമ്പ് മാവിന് അധികം ഒരു വേവൊന്നും ഉണ്ടാവില്ല. പിന്നെ എൻ്റെ ഉണ്ണിയപ്പം ചട്ടിയെന്ന് വെച്ചാൽ അധികം കുഴിയൊന്നുമില്ല, ഒരു ചെറിയൊരു ഉണ്ണിയപ്പം ചുടുന്ന ചട്ടിയാണ്. അപ്പോൾ അത് പെട്ടെന്നായി കിട്ടുകയും ചെയ്യും. അങ്ങനെ ഇത് റെഡിയായി വന്നപ്പോൾ നല്ല ക്രിസ്പിനെസ് ആയിട്ടുണ്ട്. സൈഡൊക്കെ അരിപ്പൊടി ചേർത്തല്ലേ എന്നാലും ഒരു ക്രിസ്പി ഉണ്ടാവും, കടിക്കുമ്പോൾ ഒരു നല്ല കരുമുരു ഉണ്ടാവും കേട്ടോ. കുറച്ചധികം നേരം ഇരുന്നാലത് നല്ല അങ്ങ് തണുത്ത് പോകും. അപ്പോൾ ഈ ഒരു ചെറിയ ചൂടോടുകൂടി അവർ വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് ഒരു മടിയും തോന്നില്ല. നമുക്ക് മറ്റുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. പിന്നെ മക്കൾക്ക് ഗോതമ്പ് ഇഷ്ടമാണെങ്കിൽ ഒരു വട്ടം ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണേ. അപ്പോൾ അവർ വീണ്ടും പറയുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാമല്ലോ. അങ്ങനെ ഇത് 2 ട്രിപ്പായിട്ട് ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ആവശ്യത്തിനുള്ളത് കിട്ടിയിട്ടുണ്ട്. എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എടുത്ത് വെച്ചാലും 2 ദിവസമൊക്കെ ഇരിക്കും കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ഒരു 3-ാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അത് ഒരു നൂലൊക്കെ വലിയാൻ തുടങ്ങും. അപ്പോൾ അത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനിത് നമുക്ക് ആവശ്യത്തിന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് കുറച്ച് ഉണ്ടാക്കിയെടുത്തിട്ടേ ഉള്ളൂ. എന്തായാലും നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഞാൻ തന്നെ ഫസ്റ്റ് ഒന്ന് കഴിച്ചൊക്കെ മോനെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. എനിക്കും ഇത് ഇഷ്ടമാണ്. അങ്ങനെ ഇത് ഉണ്ടാക്കിയെടുത്ത് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അതേ പൂച്ചക്കുട്ടി വന്നിട്ട് അവളും ചോദിക്കുകയാണ്. ഞങ്ങൾ പൂച്ചയ്ക്ക് മധുരമൊക്കെ ഇഷ്ടമാണ് കേട്ടോ, എന്ത് കൊടുത്താലും കഴിച്ചോളും. അങ്ങനെ ഉണ്ണിയപ്പം ഏകദേശം ഒരെണ്ണം അവളകത്താക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് കമൻസിൽ തന്നെ എന്തായാലും മക്കൾക്ക് ഇഷ്ടമാവും ഉറപ്പാണ്. പിന്നെ മുതിർന്നവരുടെ കാര്യം എനിക്കറിയില്ല, എനിക്കിഷ്ടമാണ്. ഞാനങ്ങനെ ഇത് മോന് വേണ്ടി ചായയും കൂടെ, മോൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ചായയും കൂടെ റെഡിയാക്കി അവൻ്റെ ചായയും ഉണ്ണിയപ്പം കൂടെ കൊടുക്കാൻ പോവാണ്. അവന് കോഫിയാണ് ആക്കുന്നത്. കോഫി കുടിച്ചിട്ട് ഇപ്പോൾ ചായ എടുത്തത് തീരെ താല്പര്യമില്ല. അപ്പോൾ കോഫിയാണ് ആക്കി കൊടുക്കുന്നത്. അവനൊരു കോഫിയും ഒരു 4-5 ഉണ്ണിയപ്പം കൂടെ കൊടുത്താലേ കുറച്ച് നേരത്തേക്ക് ഒരു വയറിൻ്റെ ആശ്വാസമാണ്. സ്കൂളിൽ നിന്നൊക്കെ വിശന്ന് തളർന്ന് വരെയല്ലേ, അവൻ പറയും പോലെ പഠിച്ച് തളർന്ന് വരെയാണ് വെച്ച് വയറ് നിറച്ച് എന്തെങ്കിലും തായോ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അങ്ങനെ അവനുള്ള ഫുഡും കൊടുത്തപ്പോൾ എനിക്ക് സമാധാനമായി. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കുറച്ചുകൂടെ കട്ടിക്ക് കഴിക്കാൻ കൊടുത്താൽ മതിയല്ലോ. എന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്യണേ.